ആദ്യം ഷീജ, ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നുവിട്ട ഭൂതം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അടിമുടി പതറി നിൽക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവ്, യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ, എങ്ങനെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു? ആരുടെ തണലിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി? പാലക്കാട്ട് ജയിച്ച് MLA ആയി? കാട്ടിക്കൂട്ടിയ അപരാധങ്ങളെന്ത്, അധർമ്മങ്ങളെന്ത് എന്ന് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ VD സതീശനും ഷാഫി പറമ്പിലും അടക്കമുള്ളവരുടെ തണലിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വളർന്നത്. മറുപടി പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം തന്നെ പറയേണ്ടത് VD സതീശനും ഷാഫി പറമ്പിലും തന്നെയാണ്. ഇത് കേരളത്തിലെ പൊതുസമൂഹമല്ല ആവശ്യപ്പെടുന്നത്, കോൺഗ്രസ്സിലെ, യൂത്ത് കോൺഗ്രസ്സിലെ വലിയൊരു വിഭാഗമാണ്. രാവേറെ അല്ലെങ്കിൽ ഒരു പതിറ്റാണ്ടോളം കോൺഗ്രസ്സിന് വേണ്ടി പണിയെടുത്ത നിരവധി ആളുകളെ വെട്ടിനിരത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ആ നേതാവിനെ, ചാനൽ ചർച്ചകളിൽ വന്ന് അസഭ്യം വിളിച്ചു പറയുന്ന ആ വ്യക്തിയെ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ട് വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പാർട്ടി ആകപ്പാടെ അടിമുടി പതറി നിൽക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത്. എന്താണിപ്പോൾ KPCCയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ? രാഹുൽ രാജിവെക്കേണ്ടി വരുമോ? KPCCക്ക് കിട്ടിയ നിർദ്ദേശം എന്താണ്? രാവിലെ VD സതീശൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞത് വിട്ടുവീഴ്ചയില്ലാത്ത നടപടി, ഇനി വരേണ്ട വിട്ടുവീഴ്ചയില്ലാത്ത നടപടി കോൺഗ്രസിനെ സംബന്ധിച്ച് MLA എന്നുള്ള അർത്ഥത്തിൽ രാഹുലിൻ്റെ രാജി മാത്രമാണ്. ഷീജ. സിജു, ഏതായാലും കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് ഇന്ന് പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ ആകെ നമുക്ക് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും. ആകെ അങ്കലാപ്പിലായ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും കോൺഗ്രസും ഉള്ളത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. രാഹുലിനെ ഇനിയും പിന്തുണച്ചാൽ അത് വലിയ തോതിലുള്ള തിരിച്ചടി നേരിടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. കാരണം കോൺഗ്രസിൽ തന്നെ ഇതിനകം, ഇത് ഇപ്പോഴെന്നല്ല നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു വിമർശനമാണ്, വലിയ തോതിൽ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെയും പിന്തുണച്ച് മുന്നോട്ട് പോകുന്ന ഒരു നേതാവ് എന്ന ഒരു പേരാണ് പ്രതിപക്ഷ നേതാവിനുണ്ടായിരുന്നത്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും എന്ത് തോന്നിയാസത്തിനും അല്ലെങ്കിൽ എന്ത് തെറ്റിനും ഒപ്പം നിൽക്കുന്നൊരു നിലപാടും പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്നു എന്നുള്ളത് വലിയ തോതിൽ ഇതിനകം തന്നെ വിമർശനം ഉയർന്നു വന്ന വിഷയവും കൂടിയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലും ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിപക്ഷ നേതാവ് ഈ രീതിയിൽ പിന്തുണയ്ക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ ഉയർന്നു വരുന്ന വലിയൊരു വികാരം എന്ന് പറയുന്നത്. മുതിർന്ന നേതാക്കളടക്കം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുമുണ്ട്. കാരണം സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ വളർത്തിക്കൊണ്ടുവന്നത് പ്രതിപക്ഷ നേതാവാണ്. ഏറ്റവും ഒടുവിലായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലടക്കം എത്തിച്ച് അവിടെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് അതിന് പിന്നിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു പരാതി ഉയർന്നു വന്നിട്ടും അതിൽ 3 വർഷം മുൻപ് വന്ന പരാതിയിൽ പോലും നടപടിയെടുക്കാതെ വൈകിപ്പിച്ചത് അത് വലിയ തോതിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവിന് നേരെ തിരിഞ്ഞു വരുന്നത്. ഇത് പ്രതിപക്ഷ നേതാവ് തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് VD സതീശൻ ഇപ്പോൾ ഈ ഒരു നിലപാട് മാറ്റത്തിലേക്ക്, ചുവടുമാറ്റത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പക്ഷേ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു തരത്തിലുള്ള നിലപാടാണ് ഇന്നിപ്പോൾ സ്വീകരിച്ചത്. ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് ഷാഫി പറമ്പിൽ ഇന്നിപ്പോൾ സ്വീകരിച്ചത്. അതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഏതായാലും അതായത് AICCയിൽ നിന്ന് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതികൾ കൂടുതലായി AICCക്ക് ഉൾപ്പെടെ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അങ്ങനെയെങ്കിൽ ഒരു MLA സ്ഥാനം രാജിവെക്കുന്നതിലേക്ക് രാഹുൽ എത്തേണ്ടി വരും എന്നുള്ളതിൽ സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള തിരക്കിട്ട ചർച്ചകൾ, കൂടിയാലോചനകൾ ഒക്കെ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രത്തോളം വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് കോൺഗ്രസ് രാഹുലിൻ്റെ ഈ ഒരു വിഷയത്തിലൂടെ പോയിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം ഒരു പെൺകുട്ടിയല്ല രാഹുലിനെതിരെ ആരോപണവുമായി രംഗത്ത് വരുന്നത് എന്നുള്ള കാര്യമാണ്. ആദ്യ ദിവസം ഒരു പെൺകുട്ടിയുടെ ഓഡിയോ പുറത്തു വന്നെങ്കിൽ ഇന്നിപ്പോൾ വീണ്ടും മറ്റൊരു പെൺകുട്ടിയുടെ ഓഡിയോ അടക്കം പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഏതായാലും കൂടുതൽ പരാതികളടക്കം രാഹുലിനെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ നിരവധി പേർ നൽകിയിട്ടുണ്ടെങ്കിലും, നിരവധി യുവതികൾ നൽകിയിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ വെളിച്ചം കാണാതെ പോയിട്ടുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇത് പൊതുസമൂഹത്തിൽ വലിയ തോതിൽ കോൺഗ്രസിനെതിരെ കാര്യങ്ങൾ തിരിയുന്നു
തുടരുന്നു എന്നുള്ളത് കൂടി കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു തരത്തിലും രാഹുലിനെ അനുകൂലിച്ച് മുന്നോട്ട് പോകാൻ പാടില്ല. രാഹുലിന്റെ രാജി, MLA സ്ഥാനത്ത് നിന്നുള്ള രാജി തന്നെയാണ് ഇതിനുള്ളൊരു പരിഹാരം എന്നുള്ളതാണ് ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ളൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്. ഇതിൽ ഏത് തീരുമാനമാകും, MLA സ്ഥാനം രാജിവെക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അത് അല്പസമയത്തിനകം തന്നെ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ തന്റെ തീരുമാനം പ്രഖ്യാപിക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ടതാണ്. കാരണം രാവിലെ രാഹുലിനോട് സംസാരിക്കുമ്പോൾ രാഹുലിന്റെ പ്രതികരണത്തിൽ നിന്നും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പ്രതികരിച്ചില്ലെങ്കിലും അല്ലാതെ പലരോടും ഫോണിൽ സംസാരിച്ചത് വെച്ച് മനസ്സിലാക്കുന്നത് താൻ രാജിക്ക് തയ്യാറല്ല എന്നുള്ളൊരു നിലപാടായിരുന്നു. പക്ഷേ അതിന് കോൺഗ്രസ് നേതൃത്വം വഴങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കാൻ സാധിക്കുക. സിജു. ശരി ഷീജ.